ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 30+ ലൈറ്റ്റൂം പ്രിസെറ്റ്സ് പാക്കാണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് 4 കാറ്റഗറി ആയിട്ടാണുള്ളത്. 12 വെഡിങ് പ്രിസെറ്റ്സ് പാക്കും, അതുപോലെ 10 ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് പ്രിസെറ്റ്സ്, അതുപോലെ 6 ബൈക്കർ പ്രിസെറ്റ്സ്, അതുപോലെ 5 ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിസെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രിസെറ്റ്സ് പാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനാണ്, ഫ്രീ ആയിട്ടുള്ളതല്ല. ഇത്രനാളും അപ്ലോഡ് ചെയ്ത എല്ലാ പ്രിസെറ്റ്സും കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വെഡ്ഡിങ്ങും ഔട്ട്ഡോറും ബൈക്കറും കൂടിയിട്ട് ഓരോന്നിനും ഓരോ സെക്ഷനായിട്ട് പ്രിസെറ്റ്സ് പാക്കാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിസെറ്റ്സിൻ്റെ ഒക്കെ ബിഫോർ ആഫ്റ്ററൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിഫോർ ആഫ്റ്ററും കാണണമെങ്കിൽ ജസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റ് കയറിയതിന് ശേഷം നിങ്ങൾക്ക് വെഡ്ഡിങ്ങിൻ്റെയാണ് വേണമെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള എല്ലാ വീഡിയോൻ്റെ പ്രിസെറ്റ്സാണ് 12 എണ്ണം വെഡ്ഡിങ് പ്രിസെറ്റ്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതിൻ്റെയാണ് ബിഫോർ ആഫ്റ്റർ കണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട്ഡോറിൻ്റെ ആയാലും ഔട്ട്ഡോറിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഓരോ വീഡിയോ എടുത്ത് നോക്കാം, അതിൻ്റെ ബിഫോർ ആഫ്റ്ററും കാണാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതായത് നിങ്ങൾ ഇത്രനാളും ഫ്രീ ആയിട്ട് എല്ലാ പ്രിസെറ്റ്സും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി മുതൽ ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു പാക്കാക്കിയിട്ട് വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് പുതുതായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അതുപോലെ ഈ ഒരു 12 വെഡ്ഡിങ് പ്രിസെറ്റ്സിന് 200 രൂപയും, അതുപോലെ ഔട്ട്ഡോറിന് 200 രൂപ, ബൈക്കറിന് 100 രൂപ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോറിന് 100 രൂപ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഈ ഒരു പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് താഴെയായിട്ടുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ എബൌട്ടിലേക്ക് പോയാൽ ഈ ഒരു ലിങ്ക് കിടക്കുന്ന കാണാൻ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ബൈ പ്രിസെറ്റ്സ് എന്നുള്ളത്. ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രിസെറ്റ്സിൻ്റെ ആ ഒരു ഏതൊക്കെയാണ് പ്രിസെറ്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബൈ നൗ എന്നുള്ള ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ബൈ നൗ എന്നുള്ള ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കും കാണാൻ കഴിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നേരെ നിങ്ങൾ ബ്രൗസറിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതൊക്കെ പ്രിസെറ്റ്സ് ആണ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാണാൻ പറ്റും. അതുപോലെ ബൈ നൗ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് ആ ബൈ നൗ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും ജസ്റ്റ് 1 സെലക്ട് ചെയ്തതിന് ശേഷം അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഫുൾ നെയിം, അതുപോലെ ലാസ്റ്റ് നെയിം, അതുപോലെ നിങ്ങളെ ഇമെയിൽ ID, അതോടൊപ്പം നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇത് ഫുള്ള് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമെയിൽ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങളെ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ആയതിൽ കുറേ ഇൻഫോർമേഷൻ, നോട്ടിഫിക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് പ്രിസെറ്റ് മെയിലിന് വേണ്ടിക്കും നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാത്ത ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. പ്രൊസീഡ് ആൻഡ് പേ കൊടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ഡീറ്റെയിൽസും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. മേക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ നേരെ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് കാണാൻ പറ്റും. അത് ടാക്സ് അടക്കം കൂടി 116 ഇതിൻ്റെ ഒരു ടാക്സ് വരുന്നത്. അത് 100 രൂപേൻ്റെ പ്രിസെറ്റിന് 116 ടാക്സ് അടക്കം വരുന്നത്. അപ്പം 116 നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പേ ചെയ്യാൻ കുറേ ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, പേ ലേറ്റർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏതാണുള്ളത് ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ജസ്റ്റ് ഞാൻ ഇവിടെ ഗൂഗിൾ പേ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ ഗൂഗിൾ പേ, ഫോൺ പേ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിലേക്ക് പോയിട്ട് അതിനുശേഷം 116 എമൗണ്ട് നിങ്ങൾ ജസ്റ്റ് പേ ചെയ്യുക. പേ ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ തന്നെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ജസ്റ്റ് പേയ്മെൻറ്റ് നടത്താം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നൊരു ഓപ്ഷൻ വന്നിട്ട് കാണാൻ കഴിയും. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ഓർഡർ. അതിനുശേഷം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് വ്യൂ ഓർഡർ ആൻഡ് ഡാഷ്ബോർഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വേറെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, ആ ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നേരെ ക്രോമോ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന കാണാൻ കഴിയും. ആ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് എക്സ്ട്രാക്റ്റാണ്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ഫയൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ഫയൽസ് ടു കൊടുക്കുക. എക്സ്ട്രാക്റ്റ് ഫയൽസ് ടു കൊടുത്തതിന് ശേഷം നേരെ നിങ്ങളെ ഫയലിലേക്ക് പോകുന്നതായിരിക്കും.
അവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് എക്സ്ട്രാക്ട് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, ജസ്റ്റ് അടിയിലായിട്ട് എക്സ്ട്രാക്ട് എന്ന ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് എക്സ്ട്രാക്ട് എന്ന ബട്ടൺ കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പാസ്വേഡ് ഒന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഫയലാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ട് കൊടുത്താൽ ഡയറക്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ആകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഫയലിന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെന്താ വേണ്ടത്, സോർട്ട് ബൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിനകത്ത് മോഡിഫിക്കേഷൻ ടൈം കൊടുക്കുക. മോഡിഫിക്കേഷൻ ടൈം കൊടുത്ത് നമ്മൾ ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത ഫയൽ കാണാൻ കഴിയും. ജസ്റ്റ് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ട് കാണാൻ കഴിയും. ഓക്കെ, ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ 5 പ്രസറ്റിൻ്റെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത്. ജസ്റ്റ് 5 പ്രസറ്റും ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രസറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് മെയിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രസറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിനോടൊപ്പം നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതേ മെത്തേഡും ചെയ്താൽ മതി. അതായത് ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം എക്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രസറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രസറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം.